ദത്തുപുത്രനെ ദത്തുപുത്രന്റെ ദൂർത്ത് കണ്ട് മൂത്തപുത്രൻ കയർത്തു. ദത്തുപുത്രന്റെ ദൂർത്ത് കണ്ട് മൂത്തപുത്രൻ കയർത്തു. ദത്തുപുത്രന്റെ ദൂർത്ത് കണ്ട് മൂത്തപുത്രൻ കയർത്തു. 5 പ്രാവശ്യം പറഞ്ഞു. 1 2 3 4. ദത്തുപുത്രന്റെ ദൂർത്ത് കണ്ട് മൂത്രപുത്രൻ ദൂർത്തു. അങ്ങനെ പറയാ, അങ്ങനെ പറയുന്നത്. ദത്തുപുത്രന്റെ ദൂർത്ത് കണ്ട് മൂത്തപുത്രൻ, മറ്റേ ത്രായല്ല, കണക്കാവൂല. ആണോ? അങ്ങനെ ആവില്ല നമുക്ക് ചെയ്യാൻ പറ്റൂല. ഞാൻ പറയട്ടെ, അതെന്നാ സാറ് പറയുന്നത് എന്താണെന്നറിയോ? ഈസി ആയിട്ടുള്ള കൊടുക്ക്, ഇത്ര വലിയ കൊടുക്കല്ലേ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈസി ആയിട്ടുള്ള കൊടുക്കാം, ഈസി ആയിട്ട് എടുത്തരാം കേട്ടോ. നീ എന്നെ പഠിപ്പിക്കല്ലേ? ഓക്കെ, പറഞ്ഞോ. കുങ്കിയമ്മ കിണ്ടി കഴുകുമ്പോൾ കിണ്ടി കുണ്ടിൽ വീഴും. കുണ്ടിയമ്മ എന്നല്ല പറയാം. ഇത് വിളക്ക് കത്തിച്ചിട്ടാ ഇങ്ങനത്തെ വർത്താനം പറയാം. ഓക്കെ, എല്ലാവർക്കും ഒന്നും പറയാൻ കഴിയില്ലപ്പാ, തന്നെയാണ്. എന്തായാലും നമ്മളെ മോനെ ഇവിടെ വന്നിട്ട് തകർത്തു. ഭാവിയിലെ നിങ്ങൾക്ക് നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്.